പ്രൊസീജിയറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്രീം അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആദ്യം നമ്മൾ നന്നായി ഷാമ്പു ചെയ്യുന്നു. ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ ക്യൂട്ടിക്കിൾസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഡ്രൈ ചെയ്യണം ഹെയറിന്. അപ്പോൾ ഷാമ്പൂയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല, മനസ്സിലാകണ്ട. അപ്പോൾ നേരെ ജസ്റ്റ് പ്രൊസീജിയറിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് കിടക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആർക്കൊക്കെ സൂട്ട് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം നോക്കാം, ഏതൊക്കെ ടൈപ്പ് ഹെയറിനാണെന്നുള്ളത്. എപ്പോഴും വെർജിൻ ഹെയർ ആയിരിക്കണം. ഇരിക്കും വെർജിന്. കെമിക്കലി ട്രീറ്റഡ് ഒരു ഹെയറിനും പറ്റില്ല, കെമിക്കലി ട്രീറ്റഡ് ഹെയർ ഒന്നും പറ്റില്ല. അതായത് ഇതുപോലെ സ്മൂത്ത് ആൻഡ് ഹെയർ ആണെങ്കിൽ നമുക്ക് ഈ ഔട്ടർ കേൾസ് വരാനുള്ള കപ്പാസിറ്റി ഹെയറിൻ്റെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെർജിൻ ഹെയർ ചൂസ് ചെയ്യേണ്ടത്, വെർജിൻ ഹെയർ. അത് കേളി ആയിക്കോട്ടെ, വേവി ആയിക്കോട്ടെ, ഈവൻ സ്ട്രെയിറ്റ് ഹെയർ ആയിക്കോട്ടെ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വെർജിൻ ഹെയർ ആയിരിക്കണം. പിന്നെ ഫ്രിസി ഹെയറിന് നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്യുക. ഒത്തിരി ഫ്രിസി ഹെയർ ഇല്ലേ, പാളുടെ ഒക്കെ പോലത്തെ ഹെയർ, ഇത്ര ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ഫ്രിസി ടൈപ്പ്, ഒരു പേളിമാണി ടൈപ്പ് ഹെയർ ഒക്കെ ഉണ്ടല്ലോ, ഫ്രിസി ഹെയർ. ആ ഹെയറിനും നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചെയ്യാം നമുക്ക്, പക്ഷേ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ആ ഫ്രിസി ഹെയറാണ്, ഒരു ഡാമേജ് ആയ പോലത്തെ ഹെയറുകളാണ്. ഇത്രയും ഹെയറിന് ചെയ്യാൻ പറ്റില്ല. സ്ട്രൈറ്റിൻ്റെ ഹെയർ, വോളിമൈസ് ചെയ്ത ഹെയർ, പിന്നെ പ്രീലൈറ്റിൻ്റെ ഹെയർ. പ്രീലൈറ്റ് ഇല്ലേ, നമ്മൾ അറിയോ, ബ്ലീച്ച് ചെയ്യില്ലേ ഹെയറിന്, അതിന് പ്രീലൈറ്റനിങ് എന്ന് പറയാം. ഗ്ലോബൽ കളറിങ് ഒക്കെ, ഹൈലൈറ്റ്സ് കുഴപ്പമില്ല, ഗ്ലോബലൊക്കെ ആയിട്ട് നമ്മൾ കളർ ചെയ്യുമ്പോൾ പ്രീലൈറ്റഡ് ഹെയറിലും ഈ ഔട്ടർ കേൾസ് വരാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, ഉണ്ടോ. അപ്പോൾ അത്രയും ഹെയറിൽ ചെയ്യണം. പ്രീലൈറ്റഡ് ഹെയർ, ഫ്രിസി ഹെയർ പാടില്ലാത്തത് ആദ്യം കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഫ്രിസി ഹെയർ, കെമിക്കലി ട്രീറ്റഡ് ഹെയർ, പിന്നെന്താ പറഞ്ഞ പ്രീലൈറ്റഡ് ഹെയർ. ഈ 3 ഹെയറിനും പറ്റില്ല. ബാക്കി വെർജിൻ ഹെയറിൽ എല്ലാ ടൈപ്പ് ഹെയറിൽ, വേവി, ഈവൻ സ്പ്രിംഗ് നീഗ്രോ ഹെയർ പോലത്തെയുള്ള ഹെയറുകളാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, പ്രൊസീജിയറിലേക്ക് കിടക്കും. ആദ്യം നമ്മൾ ഷാമ്പു ചെയ്യാണ്. ആമസോൺ സീരീസിൻ്റെ ആമസോൺ സീരീസ് എഴുതണമെന്നില്ല, ഡീപ്പ് ക്ലെൻസിങ് ഷാമ്പു. ഡീപ്പ് ക്ലെൻസിങ് ഷാമ്പു ഉപയോഗിച്ച് ഷാമ്പു ചെയ്യുക. 2 ടൈംസ് 3 ടൈംസ് എന്നൊന്നും പറയില്ല. എണ്ണമയം പോകുന്ന വരെ, നല്ല ഫ്രിസി, നല്ല ഡ്രൈ ആവുന്ന വരെ. ആ ഡ്രൈനെസ് മീൻസ് ക്യൂട്ടിക്കിൾ നന്നായിട്ട് എൻലാർജ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലാവുന്നുണ്ട്. ആ ഡ്രൈനെസ് അങ്ങനെയാണ് വരുന്നത് നമുക്ക്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെയർ കട്ട് ചെയ്യുക. ഇതിന് ലെയർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യുക. കണ്ടോ, ആദ്യം ലെയർ കട്ട് ചെയ്യണം. നമുക്ക് ഈസി ആയിട്ടുള്ള ലെയർ കട്ട് കാണിച്ചു തരാം. ആ ലെയർ മോസ്റ്റ്ലി ഇപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൽ 90% ആ ഒരു കട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ലെയർ കട്ട് ചെയ്യുക. ബ്ലാസ്റ്റ് ഡ്രൈ അറിയോ, ബ്ലാസ്റ്റ് ഡ്രൈ വെറുതെ കൈ വെച്ച് നമ്മൾ ഉണക്കുക, ഫിംഗർ ബ്ലാസ്റ്റ് ഡ്രൈ. റോൾ കോമ്പും ബ്രഷും വെച്ച് റൗണ്ട് ബ്രഷും ഡ്രയറും വെച്ച് ചെയ്യുന്നത് ബ്ലോ ഡ്രൈ, മറ്റേത് ബ്ലാസ്റ്റ് ഡ്രൈ. ഇതിനൊക്കെ ടെക്നിക്കൽ ടൈംസ് യൂസ് ചെയ്ത് പഠിക്കണം നമ്മൾ. അപ്പോൾ 100% ബ്ലാസ്റ്റ് ഡ്രൈ, 100% ബ്ലാസ്റ്റ് ഡ്രൈ. ഇതിന് 80% പറയാറുണ്ട് അല്ലേ. നമ്മൾ ചെറിയൊരു നനവ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് 80%, 75%. ചില കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ നമ്മൾ 50% ബ്ലാസ്റ്റ് ഡ്രൈ ഒക്കെ പറയും. അപ്പോൾ ഈ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂട്ടിക്കിൾസ് അടഞ്ഞു പോകും. കാരണം എന്താ, നമ്മൾ ക്യൂട്ടിക്കിൾസിൻ്റെ ഡയറക്ഷനിലേക്ക് പിന്നെ ഹീറ്റും കൂടിയാകുമ്പോൾ എന്തുണ്ടാകും, ഈ ക്യൂട്ടിക്കിൾസ് നന്നായിട്ട് അടഞ്ഞു പോകും, മനസ്സിലാവുന്നുണ്ട്. പിന്നെ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പൺ ആകും, പക്ഷേ ഒരു റിസ്കി എലമെൻ്റ് ഉണ്ട് അതിൽ. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാസ്റ്റ് ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ മുടി ഉണങ്ങി കിട്ടാൻ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ചില ആളുകളുടെ ചെറിയ നനവ് വെച്ചൊരു ചെയ്യാനായിട്ട് പറയാറുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചെയ്യാം, സ്മൂത്തനെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 100% ബ്ലാസ്റ്റ് ഡ്രൈ ചെയ്യുമ്പോൾ റിസൾട്ടിൽ ഭയങ്കര വ്യത്യാസം എല്ലാവരും പറഞ്ഞിരുന്നു, മനസ്സിലാവുന്നുണ്ടോ. നമ്മൾ ചെയ്യുന്നത് 100% ബ്ലാസ്റ്റ് ഡ്രൈ. ദെൻ എന്ത് ചെയ്യണം, 4 സെക്ഷൻ കേട്ടോ. പ്രൊഫൈൽ ആൻഡ് റേഡിയൽ സെക്ഷൻ. അത് ഇന്നലെ കട്ടിങ് ക്ലാസ്സിലൊരു ടേം അറിയാം. നമ്മൾ സെക്ഷൻ ചെയ്യില്ലേ, സെൻറ്റർ പാർട്ടീഷൻ, ദെൻ ഇയർ ടു ഇയർ സെക്ഷൻ, അങ്ങനെ 4 സെക്ഷൻ. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനെല്ലാം നമ്മൾ 4 സെക്ഷൻ എന്ന് പറയും. 4 സെക്ഷൻ ക്വാഡ്രൻ്റ് എന്നൊക്കെ പറയും. പ്രൊഫൈൽ ആൻഡ് റേഡിയൽ സെക്ഷൻ അല്ല, എല്ലാ കെമിക്കൽ ട്രീറ്റ്മെൻറ്റും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക, കളർ ചെയ്യാൻ, ഹെയർ സ്പാ ചെയ്യാനല്ല. ഓക്കെ, ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം ബാക്കി നോട്ട്സ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ എവിടെ നിർത്തിയിരുന്ന തിയറിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രീം അപ്ലിക്കേഷൻ ചെയ്യാണ്. ഷാമ്പു ചെയ്തു, ഡ്രൈ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രീം അപ്ലിക്കേഷൻ ചെയ്യാണ്. ക്രീം ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഈ ബോണ്ടുകളെല്ലാം ബ്രേക്ക് ആവണം കേട്ടോ. ഫസ്റ്റ് പ്രൊസീജിയർ ബ്രേക്കിംഗ് ദ ബോൺസ് എന്നാണ്. അപ്പം നമുക്ക് വരുന്ന മിസ്റ്റേക്ക് എങ്ങനെയാണ്, പ്രോപ്പർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തുണ്ടാവും, ക്രീം അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. അപ്പോഴെന്തുണ്ടാവും, മുടി
നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നീറ്റായിട്ട് സ്ട്രെയിറ്റ് ലുക്കിലേക്ക് വരില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അപ്ലിക്കേഷൻ എടുക്കുന്ന ക്വാണ്ടിറ്റി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, പെട്ടെന്ന് മുടി പ്രോസസ്ഡ് ആയിട്ട് പിന്നെ ബേൺ ആവാൻ തുടങ്ങും. മനസ്സിലുണ്ടോ? ഓവർ പ്രോസസ്ഡ് ആവും ഹെയർ. കുറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബോണ്ടുകൾ ബ്രേക്ക് ആവില്ല. എപ്പോഴും 100% ബോണ്ടുകൾ ബ്രേക്ക് ആവണം. എപ്പോൾ ബ്രേക്ക് ആവുന്നു അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങളിപ്പോൾ എന്താ പറയുക, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് അരി ചോറ് വയ്ക്കാമെന്ന് വിചാരിക്കുക. അരി വെന്തോടനെ ഊറ്റിയില്ലെങ്കിൽ എന്തുണ്ടാവും? ഊറ്റി വയ്ക്കാന്ന് അറിയില്ലേ? ഞങ്ങളുടെ തൃശ്ശൂർ സംഗതികൾ അങ്ങനെയൊക്കെ പറയും. ഊറ്റി വെച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? വേവ് കൂടി പോയി കഴിഞ്ഞാൽ കഞ്ഞിയാവും അല്ലേ? വീണ്ടും കുറച്ചും കൂടി നേരം വെച്ച് കഴിഞ്ഞാലോ പായസവും. അങ്ങനെ പായസം ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ കെട്ടിയന്മാർ മുഖത്തേക്ക് കയറി വയ്ക്കില്ലേ? അപ്പോൾ പായസവും പിന്നെ വെച്ച് കഴിഞ്ഞാൽ പശയാവും അല്ലേ? അങ്ങനെ എന്തുണ്ടാവും, നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ. അതുപോലെ തന്നെയാണ് ബോണ്ടുകൾ. ഇത് ബ്രേക്കിംഗ് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഡാമേജ് ആയി പോകും. ഇപ്പം നിങ്ങൾ ചെയ്ത ശേഷം കത്രിക വെച്ച് മുറിച്ച പോലെ മുറിഞ്ഞു പോയി, അല്ലെങ്കിൽ പൊട്ടിപ്പോയി അല്ലേ, കേൾക്കാറില്ലേ? അപ്പോൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ലെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ബേൺ ആയിപ്പോയി, ഡാമേജ് ആയിപ്പോയി, കളർലെസ് ആയി, കുറച്ച് ദിവസം കഴിയുന്നതോട് കൂടിയിട്ട് ആകെ എൻ്റെയൊക്കെ ഭയങ്കര ഫ്രിസി ആയിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ മാത്രം മിസ്റ്റേക്കാണ്. സ്മൂതൻ ചെയ്തു ഹെയർ ലോസ് ഉണ്ടായെങ്കിൽ ഒരു ക്രീമിൻ്റെയും പ്രശ്നമല്ല, നിങ്ങളുടെ മാത്രം മിസ്റ്റേക്കാണ് കേട്ടോ. ഞാൻ ലോറിയിൽ വെച്ചും ചെയ്തു, എന്നിട്ട് മുടി കൊഴിഞ്ഞു. കുറച്ചും മുടി പോവുമല്ലോ എന്തായാലും അല്ലേ? ഒരു ക്ലയൻറ്റ് വരുമ്പോൾ പറയുന്ന കാര്യമാണ്, കുറച്ചും മുടി എന്തായാലും പോവുമല്ലോ അത് ചെയ്ത് കഴിഞ്ഞാൽ. എന്തിനാണ് പോണത്? ഞാൻ 15 കൊല്ലം ചെയ്തിട്ട് ഇതുവരെ ആരും മുടി പോയിട്ടില്ല കേട്ടോ. ഞാൻ പറയുന്ന പ്രൊസീജിയർ അതുപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു മുടി പോലും കൊഴിയില്ല എന്ന് ഗ്യാരണ്ടി പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അധികം കാലം ആവും മുമ്പ് അതിന് സ്മൂത്തനിങ് എന്നുള്ള പരിപാടി നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? കാരണം പലർക്കും വരാൻ പേടിയാണ്, ചെയ്ത ശേഷം മുടി മുഴുവൻ പോയി എന്നാണ്. അതായത് ഒരു കീമോതെറാപ്പി ചെയ്ത പോലെയൊക്കെയാണ് ആൾക്കാർ മുടി പോണത്. മനസ്സിലാവുന്നുണ്ടോ? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ ആയതുകൊണ്ട് നമ്മൾ സ്കാൽപ്പിൽ ടച്ച് ആവാതെ എങ്ങനെ ചെയ്യണം എന്നും കൂടി അറിയണ്ടേ. അപ്പോൾ ആ പ്രൊസീജിയറൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണം. സ്മൂത്തനിങ്ങിന് അങ്ങനെ തന്നെ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 35 to 50 minutes ആണ് നോർമൽ ടൈമിങ്. ഈ ടൈമിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഈ ബോണ്ടുകൾ ബ്രേക്കിംഗ് കംപ്ലീറ്റ് ആവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഫ്ലെക്സിബിൾ ആവാനുള്ള ഒരു ലെവലിലേക്ക് എന്തായി ഈ ബോണ്ടുകൾ മാറിക്കഴിഞ്ഞു. അപ്പം ബ്രേക്കിംഗ് ബോൺസ് നമ്മൾ കറക്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, റീഷേപ്പ് ചെയ്യണം. ആ റീഷേപ്പ് ചെയ്യുന്ന പ്രൊസീജിയറാണ് അയണിങ് കേട്ടോ. ഇതിനെ നമ്മൾ അയൺ ചെയ്യുന്ന ടെമ്പറേച്ചർ കേട്ടോ, നമുക്കൊരു 180 to 230 വരെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന ടെമ്പറേച്ചർ. പറഞ്ഞുതരാം ഇതൊക്കെ ഹെയറിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ടെമ്പറേച്ചർ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, റീഷേപ്പ് ചെയ്തു. ഇത് ഹെയറിന് ആപ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഈ ബോണ്ടുകൾ വീണ്ടും എന്തുണ്ടാവും, ഹെയർ ബേൺ ആയി പോകും. അപ്പോൾ അന്ന് ബ്രേക്കേജസ് ഉണ്ടായില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിയുന്നതോട് കൂടി തന്നെ ഹെയറിൽ ബ്രേക്കേജസ് ഉണ്ടാവും, ഡാമേജ് ആവും. നമ്മൾ സിസേഴ്സ് വെച്ച് മുറിച്ച പോലെ എവിടെ നിന്നാണോ ചെയ്തത് ആ ഭാഗം വെച്ചിട്ട് മുറിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ നോക്കണം, എത്ര പാസസ് കൊടുക്കണം എന്നുള്ളത് ഹെയറിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലാവും? എല്ലാവർക്കും 8 പാസ്, എല്ലാവർക്കും 10 പാസസ് അങ്ങനെയല്ല കൊടുക്കേണ്ടത്. ഹെയർ അനുസരിച്ചിട്ട് നമ്പേഴ്സ് കൂടാം കുറയാം. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഫിക്സിങ്. ഫിക്സ് ചെയ്യാനായിട്ട് അറിയാലോ എല്ലാവർക്കും, ന്യൂട്രലൈസർ വെച്ച് നമ്മളിതിനെ ഫിക്സിങ് ചെയ്യുന്നു. അപ്പോൾ ഒരു വന്ന ഷേപ്പിനെ റീഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ന്യൂട്രലൈസർ യൂസ് ചെയ്യുന്നു. ന്യൂട്രലൈസർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫിക്സിങ് പ്രൊസീജിയർ കഴിഞ്ഞ് അപ്പോൾ സ്മൂത്തനിങ് ഒക്കെ ആവുന്ന സമയത്ത് ഇത് ഫിക്സിങ് പ്രൊസീജിയർ ആയതുകൊണ്ട് എന്തുണ്ടാവുന്നു, തല നമ്മൾ ഒട്ടനക്കാതെ, കാരണം പക്ക സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആ സമയത്ത് ഹെയർ മൂവ് ചെയ്യാതെ ഇരിക്കണം. ആ സമയത്ത് ഫിക്സിങ് പ്രൊസീജിയർ കഴിയും. ഇതിന് ശേഷം ഓൾമോസ്റ്റ് 48 hours to 72 hours ഉള്ളിലാണ്, 2 ദിവസം മുതൽ 3 ദിവസം വരെ മുടി നനയാതെ സ്വെറ്റ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ഒരു ഫിക്സിങ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 3 ദിവസം മുടി കെട്ടാതൊക്കെ ശ്രദ്ധിക്കണം. ഭയങ്കര ഫ്രജൈലായിട്ട് ഇരിക്കുകയായിരിക്കും ആ സമയത്തൊക്കെ, ഹെയർ വളരെ സെൻസിറ്റൈസ്ഡായിട്ട് ഇരിക്കുകയായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫിക്സിങ് പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ബെൻഡുകളെല്ലാം ചെവിയുടെ ബാക്കിലേക്ക് മടക്കി വെച്ചു, അല്ലെങ്കിൽ നമ്മളതിന് പോണി കെട്ടി അല്ലേ, ബാൻഡൊക്കെ ഇട്ട് കഴിഞ്ഞ് ഹെൽമെറ്റൊക്കെ വെച്ച് നടക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ബെൻഡ് അവിടെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ പറയുന്ന 3 ദിവസം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സ്മൂത്തനിങ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു 80 ഓൾമോസ്റ്റ് ഹെയറിൻ്റെ ഒരു എൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, 100% ബ്രേക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗത്ത് ഒരു 35 to 40% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? വിത്ത് ക്രീം കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണത്. അപ്പോൾ പലപ്പോഴും താഴെ ക്രീം ഇടാതെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ട്. അതൊരു മണ്ടത്തരാണ്. കാരണം ഓൾറെഡി ഫ്രിസി ഹെയറാണ്, അടിഭാഗത്ത് ആ ഫ്രിസിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ടൊരു
ഭംഗി ഉണ്ടാവില്ല, രണ്ട് ടൈപ്പിൽ നിൽക്കില്ല. അപ്പോൾ നമ്മളിവിടെ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്, ഒരു നീറ്റായിട്ടുള്ള ലുക്ക്, നല്ല ഗ്ലോസി ഷൈനിങ് ഒരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ മാക്സിമം ഔട്ടർ കേൾസ് കിട്ടുന്ന ഒരു പ്രൊസീജിയർ ചെയ്യണത്. പലപ്പോഴും ഫ്ലിപ്പ് മാത്രം വരാറുണ്ട്, അതുപോലെ ആളുകൾക്ക് മനസ്സിലാവില്ല പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണ് ചെയ്തേക്കണേ അല്ലേ, സ്മൂത്തൻ ചെയ്തിട്ട് എൻഡിൽ ബെൻഡ് വന്നതാണെന്നാണ് ആളുകൾ വിചാരിക്കുക അല്ലേ. അങ്ങനെ പാടില്ല, നമുക്ക് മാക്സിമം ഒരു ഔട്ടർ കേൾസ് കിട്ടണം. അതുപോലെ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞ ശേഷം ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവില്ലേ നല്ലത് അല്ലേ. അപ്പോൾ അവരോട് നമുക്ക് പറയാം ഇതിന് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മുടെ ഒരു റെഗുലർ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ, നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് എൻഡിൽ എപ്പോഴും വോളിയം നിറയെ വേണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് അല്ലേ. ഈ സ്മൂത്തനിങ് നമ്മുടെ ഒരു കൺസെപ്റ്റിന് ടോട്ടലി അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് അല്ലേ, ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ലുക്കാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലുക്ക് കണ്ട് അല്ലെങ്കിൽ ഒരുപാട് വർഷം, ഒരു 15-20 വർഷമായിട്ട് ഇതേ സെയിം ട്രീറ്റ്മെൻറ്റ് കണ്ട് നമുക്കത് മടുത്തു തുടങ്ങി. ഇനി എന്ത് എന്ന് പറയുന്ന ഒരു സമയത്താണ് നമുക്ക് എന്ത് വന്നത്, ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വന്നത്. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കറക്റ്റ് നന്നായിട്ട് ആപ്റ്റായിട്ടുള്ളൊരു ഹെയറാണ്, കണ്ടിരുന്നില്ലേ 1 ഇയർ, 6 months to 1 year എന്തായാലും 1 year കിട്ടാറുണ്ട് എല്ലാവർക്കും. തീരെ കെയർലെസ് ആയിട്ട് ഇപ്പോൾ നടക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഒരു 6 months to 1 year പറയാം. മനസ്സിലാവുന്നുണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർ ശ്രദ്ധിച്ചോളൂ ഇല്ല. നമുക്കൊരു മൊബൈലെടുത്ത് ഗ്യാരണ്ടി ഉണ്ട്, വെള്ളത്തിൽ വീണാലും ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും അത് വെള്ളത്തിൽ വീഴാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. അതേസമയം ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞ് പരമാവധി വെള്ളത്തിൽ വീഴാണ്ട് നോക്കില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ 6 months to 1 year എന്തായാലും ഗ്യാരണ്ടി പറയാം. 1 year ഞാൻ ഗ്യാരണ്ടി പറയുന്നു, 1 year നിൽക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ ലെയർ കട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ഹെയർ വോളിയം ഉള്ളത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് ക്ലയൻറ്റിനോട് സംസാരിച്ച് ഫിക്സ് ചെയ്ത ശേഷം വേണം ലെങ്ത്ത് എന്ത് ചെയ്യാനായിട്ട്, ലെങ്ത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻസിന് അതെപ്പോഴും അവർക്ക് അതാകെ ബുദ്ധിമുട്ടായി പോകും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ ശേഷം ക്ലയൻറ്റിനെ കൺവീൻസ് ചെയ്ത ശേഷം വേണം എപ്പോഴും നമ്മൾ ലെങ്ത്ത്. എപ്പോഴും ലെയർ കട്ട് ചെയ്യുമ്പോൾ വോളിയം ഉള്ള ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താലാണ് ആ ലെയർ കട്ട് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ.